ഹലോ, നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോയാലോ? വീണ്ടും മാറ്റമില്ലാത്ത ദിവസങ്ങൾ കടന്നുപോയി. അതിൻ്റെ ഇടയിൽ അപ്പുവിൻ്റെ ലാസ്റ്റ് സെം എക്സാം കൂടെ നടന്നു. ഇന്നത്തോടു കൂടെ എല്ലാ എക്സാമും കഴിഞ്ഞു. ഇനി പ്രൊജക്റ്റ് സബ്മിഷനും വൈവയ്ക്കും മാത്രമായിട്ട് കോളേജിൽ പോകേണ്ടതുള്ളൂ. വൈകുന്നേരം ക്ലാസ് വിട്ട് വന്നത് മുതൽ അപ്പു നീലം വരുന്നു നോക്കിയിരിക്കുകയാണ്. അവളുടെ മുഖത്താണെങ്കിൽ പതിവില്ലാത്ത സന്തോഷം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നീല, അവൻ്റെ വണ്ടി ഗേറ്റ് കടന്നു വന്നു. അപ്പം മുറ്റത്തേക്ക് ഓടിയിറങ്ങി. എന്താടി? അവളുടെ വരവ് കണ്ടവൻ ടെൻഷനായിപ്പോയി. എനിക്കൊരു പാട്ട് പാടിത്തരുമോ? എന്ത്? ഒരു പാട്ട് പാടിത്തരാൻ? നിനക്കെന്താ പെണ്ണെ, വട്ടാണോ? മനുഷ്യനിപ്പം ഇങ്ങ് കയറി വന്നതല്ലേ ഉള്ളോ? പ്ലീസ് നീല. ഒരു പ്ലീസും ഇല്ല, ഞാൻ ഒന്ന് കുളിക്കട്ടെ, അപ്പോഴേക്കും നീ ഒരു ചായ എടുക്ക്. അത് പറഞ്ഞ നീലൻ അകത്തേക്ക് കയറിപ്പോയതോ അപ്പു നേരെ അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കി വന്നു. ഇനി പാട്. അപ്പു കുളി കഴിഞ്ഞ് വന്നതും അവൻ്റെ അരികിൽ വന്നിരുന്നു. എനിക്ക് കുറച്ച് സമാധാനം തരുമോ നീ? നിനക്ക് ഞാൻ പാട്ടോ ഡാൻസോ എന്താന്ന് വെച്ചാൽ ചെയ്തു തരാം. ഞാൻ കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ. ശരി, അവൾ മനസ്സോടെ മൂളി. ഇനിയെങ്കിലും ഒന്ന് പാടുന്നില്ല. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടാ. വന്നപ്പോൾ തുടങ്ങിയതാണ് അവളുടെ ഒരു പാട്ട്. അതും വെറുതെ പാടിയാൽ പോരാ, കരോക്കെ ഇട്ടിട്ട്. അത് 1-2 22 ഞാൻ പാടിയില്ലേ? അതൊന്നും ശരിയാവില്ല പോലും. എനിക്കിനി വയ്യ. പ്ലീസ് പെണ്ണങ്ങല്ല നീല, എനിക്കൊരു അത്യാവശ്യ കാര്യത്തിനാ. അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് പാടിയിട്ടാ ശരിയാവാത്ത. നമുക്ക് മരത്തേക്ക് പോവാം. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചു. അവസാനം ചെവി തരാതെ ആയതും അവൻ ഉമ്മറത്തേക്ക് നടന്നു. സോപാനത്തിൽ അവൻ ചമ്മരം പടിഞ്ഞിരുന്നു. അപ്പോൾ അവൻ്റെ മുന്നിൽ ഫോണും പിടിച്ച് ക്യാമറ ഓൺ ചെയ്ത് നിന്നു. ഇതാണ് പെർഫെക്റ്റ് പ്ലേസ്. പണ്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പാടിയതല്ലേ നീ എന്നെ കറക്കി വീഴ്ത്തിയേ? അപ്പു പറഞ്ഞതും അവൻ്റെ മുഖത്തൊരു മനോഹരമായ ചിരി തെളിഞ്ഞു. ഈ ചിരിയോടെ അങ്ങ് പാടിക്കോ. അത് പറഞ്ഞ അവൾ കരോക്കെ പ്ലേ ചെയ്തു. പഴയൊരു തമിഴ് പാട്ടായിരുന്നു അത്. നീലൻ പാടി അവസാനിപ്പിച്ചു. അപ്പോൾ ക്യാമറ ഓഫ് ചെയ്ത് അവൻ്റെ അരികിലേക്ക് വന്നു. സൂപ്പർ, അവൻ്റെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഇനി പറ, എന്തിനത്? അവളെ തൻ്റെ മടിയിലേക്ക് പിടിച്ചിരുത്തി തോളിൽ മുഖം ചേർത്തുകൊണ്ട് അവൻ ചോദിച്ചു. അനഘയുടെ മുത്തശ്ശൻ്റെ 16th ബർത്ത്ഡേ ആണ്. അവൾക്ക് പഴയ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നന്നായി പാടുന്നവരെ പാട്ടുകൾ ഇങ്ങനെ വീഡിയോ ആയി എടുത്ത് ഗിഫ്റ്റ് കൊടുക്കാനാ. മുൻകൂട്ടി മനസ്സിൽ തയ്യാറാക്കി വെച്ച കള്ള അവൾ പറഞ്ഞു. ഇതിനാണോ പെണ്ണ നീ മനുഷ്യന് സമാധാനം തരാതെ പിന്നാലെ നടന്നേ? അവളുടെ കഴുത്തിൽ ഇക്കിളി കൂട്ടി പറഞ്ഞ അപ്പു ചിരിച്ചു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ആദ്യമേ അരുണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇന്നാണ് അപ്പുവിൻ്റെ പ്രോജക്റ്റ് സബ്മിഷൻ, ഒപ്പം വൈവയും. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയതാണ് അവളുടെ ടെൻഷൻ. നീലം പലതും പറഞ്ഞ് അവളെ കൂളാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഫലവും. 10 മണിക്കാണ് കോളേജിൽ എത്തേണ്ടത്. അവൾ 8 മണിയായതിൽ പോവാൻ റെഡിയായി. എൻ്റെ കുഞ്ഞെ, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് പോലെ അസുഖം വരുത്തി വെക്കുമോ? എൻ്റെ ടെൻഷൻ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. HOD ഉണ്ടാവും, പിന്നെ പുറത്തു നിന്ന് വേറെ 2 ടീച്ചേഴ്സും. അതും ഇംഗ്ലീഷിൽ ആൻസർ പറയണം. ഇനി പ്രോജക്റ്റിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായാൽ വേറെ. യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചിറങ്ങി എന്നോടാണ് നീ പറയണേ? നിങ്ങളെപ്പോലെ ഡിപ്പാർട്ട്മെൻറ്റ് പോലെയല്ല വൈവ അറ്റൻഡ് ചെയ്യണ്ടേ. കോളേജിലൊരു ഓപ്പൺ ഏരിയയിൽ, അതും ഒരുപാട് പിള്ളേരെ മുന്നിൽ വെച്ച് അവർ വെള്ളം കുളിപ്പിക്കുക, അമ്മാതിരി ചോദ്യങ്ങളെ ചോദിക്കുക. ഇപ്പം തന്നെ നീ ഇങ്ങനെ പേടിക്കാൻ തുടങ്ങി PGക്ക് എന്ത് ചെയ്യും? PGയാ? അതുകൂടെ കേട്ടത് അവൾ തളർന്നു ബെഡിലേക്ക് ഇരുന്നു. എനിക്ക് വയ്യ നീല, ബാത്റൂമിൽ പോകാൻ തോന്നുക, ഛർദിക്കാൻ വരണ പോലെ, തല കറങ്ങണ പോലെ, പനി വരണ പോലെ. ഇനി എനിക്ക് വല്ല അറ്റാക്കും വരുമോ? അവൾ പറയുന്നത് കേട്ട് നീലന് പാവം തോന്നി. ഇങ്ങനെ പോയാൽ ഞാൻ കോളേജിൽ എത്തുന്നു തോന്നണില്ല നീല. ഞാൻ എവിടെയെങ്കിലും തലറിഞ്ഞ് വീഴും. നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ കൂടെ പേടിപ്പിക്കാതെ നീ വാ, എന്തായാലും ഞാൻ കോളേജിലാക്കി തരാം. അവൻ വേഗം ഷർട്ട് മാറ്റി റെഡിയായി ഇറങ്ങി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ കുഞ്ഞേ, അതോ ഞാൻ വെയിറ്റ് ചെയ്യണ? വേണ്ട, നീ ഇവിടെ നിന്ന് എൻ്റെ ടെൻഷൻ കൂടും. ഗേൾസ് കോളേജാ, എന്തിനാ വെറുതെ? നീ പൊക്കോ, ഇവിടെ അധികം നേരം നിൽക്കണ്ട.
അവളെ പറിച്ച് കേട്ട് നീലന് ചിരി വന്നു. പണ്ട് തൻ്റെ മുന്നിൽ പാട്ട് പാടാൻ വന്ന് തലറങ്ങി വീണ പെണ്ണ. എന്താവോ എന്താ. ആൾ പോകുന്ന നോക്കി നീലൻ മനസ്സിൽ കരുതി. അതേസമയം ഗേറ്റ് കടന്നു പോയപ്പോൾ അതേപോലെ തിരികെ വന്നു. നമ്മളെന്തിനാ പേടിക്കണമെന്നില്ല, ഞാൻ വെറുതെ ഇതൊരു വെറും വൈവിയല്ലേ, ഇനി ഇപ്പോൾ ഒന്നും പറയാൻ കിട്ടില്ല, എങ്കിൽ 2 ചീത്ത പറയുമായിരിക്കും, അല്ലാതെ നമ്മളെ പിടിച്ച് തൂക്കിക്കൊല്ലത്തൊന്നുമില്ലല്ലോ. അന്തം വിട്ട് അവൻ ഇല്ല എന്ന് തലയാട്ടിയതും അവൾ തിരിച്ച് കോളേജ് കടന്നു പോയി. എല്ലാത്തിനും കാരണം എൻ്റെ അച്ഛനും അമ്മയാണ്. ആവശ്യമില്ലാതെ വെച്ചിട്ടിട്ട് എല്ലാത്തിനും ആദ്യം പോവണം. അവൾ പിറുപിറുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആദ്യം പോയത് അനഘയാണ്. 15 മിനിറ്റ് കഴിഞ്ഞ് അവൾ പോയിട്ട് ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ബാഗിൽ നിന്നും കുപ്പിയെടുത്ത് വെള്ളം കുടിച്ചത് അനഘ എത്തിയിരുന്നു. എന്നോട് ചെല്ലാൻ പറഞ്ഞു. അനഘ പറഞ്ഞതും അവൾ വിറയ്ക്കുന്ന കാലടിയോടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു. അത്ര എളുപ്പം അല്ലെങ്കിലും വിചാരിച്ചത്ര പ്രശ്നമൊന്നും ഉണ്ടായില്ലായിരുന്നു. വൈവ കഴിഞ്ഞിറങ്ങിയത് അവൾ നീലനെ വിളിച്ചു പറഞ്ഞു. തൻ്റെ കാര്യം ഓർത്ത് അതിന് ടെൻഷനായിരിക്കും അവൾക്ക് അറിയായിരുന്നു. നീലൻ്റെ ഫോൺ കോൾ കട്ടായത് മറ്റൊരു കോൾ അവളെ തേടി വന്നു. നമ്പർ മാത്രമാണുള്ളത്. അത് കണ്ട് അവൾ സംശയത്തോടെ കോൾ അറ്റൻഡ് ചെയ്തു. ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയത് മുതൽ അപ്പുവിനുള്ള മാറ്റം അനഘ ശ്രദ്ധിച്ചിരുന്നു. വല്ലാത്തൊരു സന്തോഷവും ചിരിയും കളിയും. എന്നാൽ അത് ആഫ്റ്റർ വൈവ എഫക്റ്റ് ആയിരിക്കും എന്ന് കരുതി അനഘ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല. നമുക്ക് പോകുന്ന വഴി 1-2 ഷോപ്പിൽ കയറണം, കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്. അപ്പു പറഞ്ഞത് അനഘ തലയാട്ടി. ഓഫീസിൽ നിന്നും കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് നീലം കരുതിയെങ്കിലും അതിന് കഴിയാതുകൊണ്ട് മാത്രമാണ് സാധാരണ ഇറങ്ങുന്നതിന് വൈകുകയും ചെയ്തു. അവൻ ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നതും വീട്ടിൽ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. സമയമാണെങ്കിൽ 6 മണി കഴിഞ്ഞു. അവൻ ചെറിയൊരു ഭയത്തോടെ കോണിംഗ് ബെല്ല് അടിച്ചു. പക്ഷെ ഡോർ തുറക്കുന്നില്ല. കുഞ്ഞേ! അവൻ വേഗത്തിൽ ഡോർ തട്ടിയതും ചാരിയിട്ട വാതിൽ പതിയെ തുറന്നു വന്നു. ഇതെല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക്